ഇന്നത്തെ നമ്മുടെ ക്ലാസ് SVD ആണ്, സിംഗുലർ വാല്യൂ ഡികമ്പോസിഷൻ. ഇതിനകത്ത് നമ്മൾ SVD എന്ന് പറയുന്നത് നമ്മൾ എ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ, അതായത് ബിഗ് ഡേറ്റാസ് വരുന്ന സമയത്ത് ബിഗ് ഡേറ്റാസിനെ സ്മോളർ മെട്രിക്സുകളാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. മെയിൻലി ഇത് സിംപ്ലിഫൈ ഡാറ്റ, റെഡ്യൂസ് നോയ്സ് ആൻഡ് അനലൈസ് പാറ്റേൺസ്. ഇതിനകത്ത് നമുക്ക് എ ഇസ് ഈക്വൽ ടു യു സിഗ്മ വി ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ഡേറ്റ, ഈ പറഞ്ഞ ലാർജ് ഡേറ്റ. ഈ ഡേറ്റയെ നമ്മൾ 3 കമ്പോണൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന ഇതിനകത്ത് എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇട്ടിരിക്കുന്നത്. A is equal to 3113 എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് A ട്രാൻസ്പോസ് A ആണ്. ഫൈൻഡ് A ട്രാൻസ്പോസ് A ആൻഡ് A ട്രാൻസ്പോസ്. ഇത് എന്തിനാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വലിയ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട A ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ഇത് നമ്മുടെ A എന്ന് പറയുന്നത് 3113 ആണ്. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് A ട്രാൻസ്പോസ് എടുത്താലും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, റോ കോളം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അറിയാമല്ലോ, ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 3113 തന്നെയായിരിക്കും നമുക്ക് A ട്രാൻസ്പോസ് കിട്ടുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് A ട്രാൻസ്പോസ് A മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ 3113 ഇൻറ്റു 3113, എയും A ട്രാൻസ്പോസും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദ റിസൾട്ട് വിൽ ബി 10610 എന്ന് കിട്ടും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 ലൈൻസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഇതിനകത്ത് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷനാണ് ഡിറ്റർമിനന്റ് ഓഫ് A ട്രാൻസ്പോസ് A മൈനസ് ലാംഡ I is equal to 0. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മീൻസ് നമുക്ക് നമ്മൾ ഇതിലേക്ക് നമ്മുടെ A ട്രാൻസ്പോസ് A എന്ന് പറയുന്ന നമ്മൾ കണ്ടുപിടിച്ച 10610 നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 10 മൈനസ് ലാംഡ 6 10 മൈനസ് ലാംഡ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് ലാംഡ 1 ലാംഡ 2 കിട്ടും. ലാംഡ 1 എന്ന് പറയുന്നത് 4ഉം ലാംഡ 2 എന്ന് പറയുന്നത് 16ഉം ആണ്. ഇത് രണ്ട് വാല്യൂ കിട്ടാൻ കാര്യം എന്ന് പറയുന്നത് ഈ 6 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് പ്ലസ് ഓർ മൈനസ് 6 ആയിട്ട് മാറും, സ്ക്വയർ മാറ്റുമ്പോഴത്തേക്ക്. അപ്പോൾ +6 യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂവും -6 യൂസ് ചെയ്യുന്ന സമയത്ത് വേറൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ലാംഡ 1 ലാംഡ 2 കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് നമ്പർ 3യിൽ നമുക്ക് സിംഗുലർ വാല്യൂസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സിംഗുലർ വാല്യൂസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗാമ 1 ആൻഡ് ഗാമ 2 നമുക്ക് കാണണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ സിഗ്മ, നമ്മുടെ സമ്മേഷൻ സിഗ്മ എന്ന് പറയുന്നത് ഗാമ 1 ഗാമ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഗാമ 1 കാണാനായിട്ട് റൂട്ട് ഓഫ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് 16ഉം 4ഉം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. റൂട്ട് ഓഫ് 16 എടുത്തു കഴിഞ്ഞാൽ ഗാമ 1 കിട്ടും. റൂട്ട് ഓഫ് 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാമ 2 കിട്ടും. സോ ദിസ് വിൽ ബി നമുക്ക് 4002 എന്ന് പറഞ്ഞിട്ടൊരു ഫോമിലേക്ക് നമുക്ക് സിംഗുലർ വാല്യൂസ് കിട്ടും. ദെൻ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് വി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് A മൈനസ് ലാംഡ I ഇൻറ്റു V is equal to 0. ഈ എന്ന് പറയുന്നത് നമ്മളുടെ ഐഗൻ വെക്ടേഴ്സ് ആണ് കേട്ടോ. ഐഗൻ വാല്യൂസ് നമ്മൾ കണ്ടു, ഇനി നമുക്ക് ഐഗൻ വെക്ടർ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ ഐഗൻ വെക്ടർ കാണാൻ വേണ്ടിയിട്ട് ലാംഡ is equal to 16, ലാംഡ is equal to 4 എന്ന് പറഞ്ഞ ഈ പറഞ്ഞ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ 2x2 മെട്രിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ദിസ് ഇക്വേഷൻ ചേഞ്ച് ടു ദിസ് ഫോം. ഓക്കെ, അപ്പോൾ A ട്രാൻസ്പോസ് A മൈനസ് ലാംഡ I XY is equal to 0 0. ഈ XY ആണ്, ഈ ബിയുടെ കമ്പോണൻസ് ആണ് X ആൻഡ് Y. അപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: -6 6 6 -6, അതായത് ഈ കാൽക്കുലേഷൻ ചെയ്ത വാല്യൂ ഇൻറ്റു XY is equal to 0. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും X is equal to Y ആണ് എന്നുള്ളത്. X is equal to Y എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ
വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഫൈനലി നമുക്ക് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നൊരു ഫോമിലാണ് കിട്ടുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് ഇതിലേക്ക് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ഇത് ഇപ്പോൾ എക്സ് 1 ആണെങ്കിൽ വൈ ഷുഡ് ബി 1. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് v1 ഇസ് ഈക്വൽ ടു 1 1. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഐഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഈ ഐഗൻ വെക്ടർ നമ്മൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ 1/√2 ഇൻറ്റു 1 1. 1/√2 എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1/√2 ഇൻറ്റു 1 1 എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് നമുക്ക് ഈ ഒരു ലാംഡ ഇസ് ഈക്വൽ ടു 16 വരുന്ന സമയത്ത് ഈ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു 4 ആയിരിക്കുന്ന സമയത്ത് ഇതേ സെയിം ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എ ട്രാൻസ്പോസ് എ മൈനസ് 4i, ഈ ലാംഡയുടെ സ്ഥാനത്ത് 4 ആവും. 4 ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു -y ആണ്. ഈ എക്സ് ഇസ് ഈക്വൽ ടു -y എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ y വിൽ ബി -1, എക്സ് ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ y വിൽ ബി 1. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് ഫോം മാറുകയും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് ആവുകയും ചെയ്യും, 1 - 1 എന്നുള്ളൊരു ഫോമിലേക്കാവും. അപ്പോൾ ഇതിനെ നമ്മൾ നോർമലൈസ് ചെയ്യുമ്പോൾ 1/√2 ഇൻറ്റു 1 - 1 എന്ന് പറഞ്ഞ ഒരു ഫോമിലേക്ക് വരും. ഓക്കെ, ഇത് മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസിൽ പെടുന്നതാണ്. ഇത് പറയാൻ ഇതിനകത്ത് ടൈം ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ 1/√2 എങ്ങനെ കിട്ടി എന്നുള്ളത് പറയുന്നത്. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് അഡീഷണലി ഞാനത് പറഞ്ഞുതരാം. ഇനി നമുക്ക് കിട്ടിയ ഫൈനൽ വി എന്ന് പറയുന്നത് v1 v2 ആണ്. റൈറ്റ്, അപ്പോൾ v1 v2 നമ്മൾ v1 ഇവിടെ എഴുതുന്നു, v2 ഇവിടെ എഴുതുന്നു. ഇത് നമുക്ക് 1/√2 1/√2 1/√2 -1/√2 എന്ന് പറയുന്ന ഒരു ഫോമിലാണ് കിട്ടുന്നത്. ഇനി വി ട്രാൻസ്പോസ് എന്ന് പറയുന്ന സാധനം, ഇതിന്റെ ജസ്റ്റ് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഇതും സിമെട്രിക് ആയതുകൊണ്ട് ഇതിനകത്ത് വ്യത്യാസമില്ല, വി ട്രാൻസ്പോസ് നമുക്ക് കിട്ടും. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് u is equal to AV/σ എന്ന് പറയുന്ന ഒരു ഫോമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ u is equal to AV/σ എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് സിംഗുലർ വെക്ടർ u1 ആണ്. ഇതിന്റെ ഇക്വേഷൻ u1 is equal to 1/AV1 ഇത് പഠിക്കണം. അതുപോലെ u2 is equal to 1/σ2 AV2. ഇപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ കിട്ടിയ വാല്യൂസ് നമുക്ക് ഓൾറെഡി നമുക്കറിയാം, v1 നമുക്ക് കിട്ടിയിട്ടുണ്ട്, സിഗ്മ നമുക്കറിയാം. അപ്പോൾ 1/√2 ഇൻറ്റു ആ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന u എന്ന് പറയുന്നത് 1/√2 1/√2 1/√2 -1/√2 എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റഡ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന u നമുക്ക് കിട്ടി, അതുപോലെ തന്നെ നമുക്ക് v നമുക്കറിയാം, അതുപോലെ നമ്മൾ സിഗ്മയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ സിഗ്മയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ 3 വാല്യൂസും സിഗ്മ യു ആൻഡ് വി, അപ്പോൾ യു സിഗ്മ വി ട്രാൻസ്പോസ് ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 3 വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നോ നമ്മുടെ ഇൻപുട്ട് അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. a is equal to 3113 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നോ നമ്മുടെ ഇൻപുട്ടിൽ കൊടുത്തിരുന്ന വാല്യൂ മെട്രിക്സ് അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾക്കുള്ള SVD എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, താങ്ക് യു.